പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാരാകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ കാരാകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. സുബ്രഹ്മണ്യൻ എന്നാണ് പേര് കേട്ടോ പുള്ളി കാണാൻ വരാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ആളാണ് പ്രേം നസീർ അല്ലേ. പക്ഷെ പ്രേം നസീർ കഴിഞ്ഞാൽ പിന്നെ ഒരാളുണ്ട്. ആരാണെന്നല്ലേ, ആളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഒരു 135ഓളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേം നസീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സുബ്രഹ്മണ്യ ഏട്ടാ. സുബ്രഹ്മണ്യ ഏട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു കേട്ടോ. ഈ പുള്ളിയെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. കാരണം 135ഓളം സിനിമ, അതും 15 വർഷം അല്ലേ, 15 വർഷം കൊണ്ട് 135ഓളം സിനിമയിൽ അഭിനയിച്ച ഒരു പുള്ളിയാണ് ഇത്. പ്രേം നസീറാണ് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഏറ്റവും തൊട്ട് താഴെ പുള്ളിയാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു ഡയലോഗുള്ള സീനൊക്കെ കൊടുത്തു ഒരു സിനിമയിൽ. പക്ഷെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം വിറയിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാ സിനിമയിലും പുള്ളിയുണ്ട്. ഒട്ടുമിക്ക സിനിമ എടുത്ത് നോക്കിയാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം എല്ലാ സിനിമകളിലും പുള്ളി പോകും. പുള്ളിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ക്രൗഡ് സീനിൽ പോയി നിൽക്കുക, അഭിനയിക്കുക അല്ലേ. ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് പോയി നിൽക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ലേ? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക? മാടമ്പി ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. മാടമ്പി ഷൂട്ടിംഗ് കാണാൻ പോയി. അവിടുന്ന് ഏജന്റുമാരുണ്ട്, കോർഡിനേറ്റർ ഉണ്ട്. അപ്പൊ അവര് മുഖാന്തരം അങ്ങനെ ഈ കോർഡിനേറ്റർമാരിനെ പരിചയപ്പെട്ട് അവര് വിളിക്കുക, അപ്പൊ പോവാണല്ലേ. ഒരുപാട് കോർഡിനേറ്റർമാരുണ്ട്. അപ്പൊ ഈ മാടമ്പിയിലാണ് തുടക്കം അല്ലെ. അതെങ്ങനെയാണ്, എവിടെ വെച്ചിട്ടായിരുന്നു? അത് ഒറ്റപ്പാലം വരിക്കാശ്ശേരിയാണ്. ഒറ്റപ്പാലം വരിക്കാശ്ശേരി. അവിടെ ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. നമ്മുടെ ലാലേട്ടനെ കണ്ടോന്ന്? കണ്ടുണ്ട്. അതിനുശേഷം പിന്നെ ലാലേട്ടനെ അതിലൊരു സീനിൽ ഒരു മിന്നാട്ടം അത്രേ ഉള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ അവിടെ പോയിട്ട് കോർഡിനേറ്റർമാരിനെ പരിചയപ്പെട്ടു. പിന്നെ ബോഡി ഗാർഡ്, ഒരുപാട് സിനിമകളില് അങ്ങനെ ഫയർമാൻ, ഒരുപാട് പടങ്ങളിൽ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലെ. അപ്പോ ഞാൻ ഇതേമാതിരി നിങ്ങളെ നാട്ടുകാരൊക്കെ പറയുന്നത് ചെറിയ പ്രേം നസീർ എന്നാണ് പുള്ളിനെ വിളിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് ജീവിതം കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ടോ, മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? അല്ല, എനിക്ക് എന്റെ വട്ടച്ചെലവിൽ പറ്റുന്നുള്ളൂ. മകൻ അബുദാബി പോയിട്ടുണ്ട്. മകൻ വീട്ടു ചെലവിന്. ഇപ്പൊ ഇതൊരു ജസ്റ്റ് നമുക്കൊരു ഇപ്പൊ റെസ്റ്റ് ജീവിതം അല്ലെ, അത് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകുന്നു മാത്രമല്ലേ. ഒരുപാട് സെറ്റിൽ പോകുമ്പോ അവിടെ സുബ്രഹ്മണ്യേട്ടനെ അറിയാത്തതായിട്ട് ആരുമില്ല. ആരോട് ചോദിച്ചാലും ആർക്കും ഈ ഫേസ് കണ്ട ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും. ഡയലോഗ് ഉള്ള ഒരു വേഷമൊക്കെ ചെയ്യാൻ തന്നു, പക്ഷെ അഭിനയിക്കാൻ പോയില്ല എന്ന് ഞാൻ കേട്ടു. അതെന്താ അങ്ങനെ? അതെനിക്ക് ഡയലോഗ് തന്നു ഒരു പടത്തില്. അപ്പൊ എനിക്ക് ആ സമയത്ത് വിക്കൽ വരികയാണ്, നേരിട്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പോയില്ല. അപ്പൊ അതുകൊണ്ടാണ് പോകാത്തത്. അപ്പൊ ഓഫറുകളൊക്കെ വന്നു, പക്ഷെ നമ്മളോട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പോയില്ല അല്ലേ. ഇപ്പൊ അവസാനം അഭിനയിച്ചതാ? ഇപ്പൊ ജയിലർ 2 അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിൽ എവിടെയായിരുന്നു? അട്ടപ്പാടി ഷോളിയൂർ ഗോഞ്ചിയൂർ പറയും. ഷോളിയൂർ അവിടെ വെച്ചിട്ടായിരുന്നു. ക്രൗഡില് വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വേറെ എന്തെങ്കിലും? ഇടയ്ക്ക് ഒരു മെയിൻ ചായക്കടയിൽ വർക്ക് ചെയ്യാണ്, ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഹോട്ടലിൽ ലീവ് എടുത്തിട്ടാ പോണത്. ഇപ്പൊ ഇടയ്ക്ക് ഹോട്ടലിലേക്ക് പോകും. സിനിമ ഇല്ലാത്തപ്പോ ഹോട്ടലിലേക്ക് പോകും. സിനിമ ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ് നമ്മുടെ സുബ്രഹ്മണ്യ ഏട്ടാ. അത് ഇതുപോലെ പോയിട്ട് നല്ല അവസരങ്ങൾ വന്നു, പക്ഷെ മൂപ്പര് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഞാനൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുപോലെ 15 വർഷമായി അഭിനയത്തിന്റെ മോഹം കൊണ്ട് നടക്കുന്നു. നമുക്കൊക്കെ ഒരു വേഷം എന്തേമാതിരി ആരെങ്കിലും ഒന്ന് വിളിച്ച് തന്നാൽ മതിയായിട്ട്, നിങ്ങൾ കിട്ടിയിട്ട് പോവാതെ. സുബ്രഹ്മണ്യ ഏട്ടാ, നിങ്ങൾ അഭിനയിച്ച സിനിമകള് ഏകദേശം 135ഓളം സിനിമ ഉണ്ട് പറഞ്ഞു, പക്ഷെ എല്ലാം പറയാനൊന്നും ഓർമ്മ കിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സിനിമകൾ ആദ്യം മുതലൊന്ന് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? ആദ്യത്തെ മാടമ്പി, പിന്നെ ബോഡി ഗാർഡ്, പിന്നെ ഉത്സാഹ കമ്മിറ്റി, മൈലാഞ്ചി മഞ്ചുള്ള വീട്, അയ്യപ്പനും കോശി, ആടുജീവിതം, ഫയർമാൻ, പിന്നെ ഒടിയൻ, പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്, ഒരുപാട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പടങ്ങളിൽ ഒരുപാട് പടങ്ങളില് അപ്പോ പുള്ളി ഉണ്ട്. അപ്പൊ ഇനി നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ക്രൗഡ് സീന് കാണുമ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഈ മുഖം എവിടെങ്കിലും കാണുന്നുണ്ടോന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം ഒരുപാട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളി. നിങ്ങൾ ഈ മുഖം എവിടെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഒരു കമന്റും ചെയ്യുക. പുള്ളിക്ക് അതൊരു സപ്പോർട്ട് ആയിക്കോളും. ഇനി സുബ്രഹ്മണ്യം മണ്ണാർക്കാട് കാരാകുറിശി.
പേര്? സൗഖ്യത് ഭായ്, ഒരുപാട് സന്തോഷം. ഓ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇതേപോലെ നമ്മുടെ പരിപാടി ഇങ്ങനെയാണ്, ഓരോ ആൾക്കാരെ കണ്ടുപിടിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെ തന്നെയാണ് എന്റെ പരിപാടി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, പക്ഷെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സുബ്രഹ്മണ്യേട്ടന്റെ വിശേഷങ്ങൾ. ഞാനൊരു കാര്യം കൂടി പറയാം. വയസ്സിന് മൂത്ത ആളാണ്, എന്നാലും ഉപദേശിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോ ഉപദേശിക്കുകയാണ്. ഇനി സിനിമയില് ഡയലോഗ് തരുന്ന ഒരു വേഷം കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കണം. അത് ചെയ്യണം, അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. കാരണം ഇത്രയൊക്കെ സിനിമയിൽ അഭിനയിച്ച ആൾക്ക് ക്യാമറ ഫേസ് ചെയ്യാനുള്ള മടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ? അത് നമുക്കിപ്പോ തന്നെ അറിയാം. കാരണം ഞാൻ വ്ളോഗ് ചെയ്യാൻ പോയിട്ട് ഇത്രയും ഇതായിട്ട് കൂളായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആൾ ആദ്യമായിട്ടാണ്. കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു നാണം, എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് പുള്ളി നാച്ചുറൽ ആയിട്ട് എപ്പോഴും ചിരിയാണ് പുള്ളിന്റെ മുഖത്ത് വേണ്ടില്ലേ. ഈ ചിരി എപ്പോഴും വേണം. പക്ഷെ ഇനി എന്താ അറിയോ, നമ്മള് ഒരു വേഷം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒട്ടുമിക്ക ഡയറക്ടർക്കും ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ സുബ്രഹ്മണ്യേട്ടനെ അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവരും മൂപ്പരുടെ ഫ്രണ്ട്സാണ്. അപ്പൊ ഇനി ഏതെങ്കിലും ലൊക്കേഷൻ ചെന്നിട്ട് സുബ്രഹ്മണ്യേട്ടാ ഇങ്ങനെ ഒരു ചെറിയ വേഷം ഉണ്ട്, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാല് കാണിച്ചിട്ടോ പേടിച്ചിട്ടോ എനിക്ക് ഡയലോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ മാറി നിൽക്കരുത്. മാറി നിൽക്കരുത്. എന്റെ ഒരു ഉപദേശമായിട്ട്, ഒരു മകന്റെ ഒരു ഉപദേശം അപ്പൊ അത് ചെയ്യണം. കാരണം എന്താ പറയാ, നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെയൊക്കെ വേണം, നമ്മുടെ ആൾക്കാർക്ക് വേണം. ഈ 135 സിനിമയിൽ അഭിനയിച്ചിട്ടും ആൾക്കാരെ അറിയാതെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. എപ്പോഴും പുറകിലേക്ക് മാറി നിൽക്കരുത്. നമ്മൾ മുമ്പോട്ട് ചിന്തിക്കണം, മുന്നിലേക്ക് വരണം. അപ്പൊ ഇനി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ മുതലെടുക്കുക. ഞാൻ ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എന്റെ വാക്കുകൾ മനസ്സിലാണ് വിചാരിച്ചിട്ട് ധൈര്യമായിട്ടാണ്. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അമ്പലത്തിന്റെ പേരെന്താണ്? നാലിശ്ശേരി ഭഗവതി ക്ഷേത്രം, ചെറുനാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പുലാപ്പറ്റ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ ഭഗവതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇനി ഒരു വേഷം കിട്ടിയാൽ ഒരു പേടി ഉണ്ടാവില്ല. അപ്പൊ ഈ ഭഗവതിനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ അവിടെ ഇറങ്ങിക്കോളി, ചെയ്തോളി. എല്ലാവിധ ആശംസകളും ഞാൻ ചെയ്യാണ്. മുമ്പിൽ എന്തായാലും ഈ മുഖം ഒരു നാൾ എല്ലാവരും അറിയും. അതുവരെ നമ്മൾ ശ്രമിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ ഇനി എല്ലാരും പുള്ളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ട. കാരണം വയസ്സായ ആളാണ്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അഭിനയിക്കണത്. പക്ഷെ പുള്ളിക്ക് പേടിയും കൊണ്ട് വിറയൽ വരികയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ വിറയലൊന്നും ഇനി വരാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.